നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് കാർഡിലേക്കും മഞ്ഞ കാർഡിലേക്കും മാറാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ മാസം 15-ാം തീയതി മുതൽ ഈ മാസം 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുക. നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്നത്. സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾക്കുള്ളൊരു മാനദണ്ഡമാണ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഇപ്പോൾ മാനദണ്ഡമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർഹതയുണ്ടായിട്ടും ഇപ്പോഴും വെള്ള നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കിപ്പോൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. അത് നമ്മൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫീസുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ സ്വന്തം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് അക്ഷയ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വീടിൻ്റെ അളവാണ്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അളവ് ലഭിക്കും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അത് കാണിക്കുന്ന ഒരു അളവിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും. അത് നമ്മൾ പഞ്ചായത്ത് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കേസ് സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്മൾ അതിന് അപേക്ഷ കൊടുത്താൽ മതി. ഇത് മാത്രമാണ് ഇതിന് കാര്യമായിട്ട് വേണ്ട രേഖ എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ വീടുകളിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബനാഥ വിധവയാണെങ്കിൽ വിധവാ പെൻഷൻ ലഭിക്കുന്ന സ്ലിപ്പ്, ഇങ്ങനെ നമുക്ക് ഹാജരാക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ അപേക്ഷ കൊടുത്താൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വീടിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുകയുള്ളൂ. അതിന് മുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ മാസം 1000 രൂപയുടെ ക്ഷേമ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന ഒരുപാട് മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. അതിനെല്ലാം നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് വെരിഫൈ ചെയ്യുകയും പിന്നീട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലൈ ഓഫീസുകളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ചുവപ്പ് റേഷൻ കാർഡ് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അനർഹമായിട്ടാണ് നിങ്ങൾ ഈ കാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ റേഷൻ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട് ചെറിയ വീടായിരിക്കും. പിന്നീട് നമ്മൾ വലിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കാൻ നമുക്ക് അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വെള്ള കാർഡിലേക്ക് മാറാൻ അപേക്ഷ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേരിൽ സ്വന്തമായി വാഹനമുള്ള ആളുകളാണെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കാൻ അർഹതയില്ല. അങ്ങനെയുള്ള ആളുകൾ വെള്ള കാർഡിലേക്ക് മാറാൻ അപേക്ഷ കൊടുക്കണം. ഇങ്ങനെയൊക്കെ അപേക്ഷ കൊടുക്കുന്നത് നമ്മൾ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി തന്നെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റേഷൻ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. അത് ഒഴിവാക്കാത്ത പക്ഷം പിന്നീട് നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ വരും തിരിച്ചടയ്ക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോ